യെസ് 2023 പ്രഖ്യാപിച്ച 69ാമത് ഫിലിം അവാർഡ്. മികച്ച നടൻ അല്ലു അർജുൻ. മികച്ച നടനാണ് ആരാണ്? അല്ലു അർജുനാണ്. പുഷ്പ കേട്ടോ, പുഷ്പ മികച്ച നടൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലു അർജുൻ. പുഷ്പ എന്ന് പറയുന്ന സിനിമയുടെ അഭിനയത്തിന് അല്ലു അർജുൻ ആണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം. ഇനി മികച്ച നടി ആലിയ ഭട്ടും കൃതി സനോണും 2 പേർക്കുണ്ട്. ഓക്കെ, യെസ്. ഗംഗുബായി കത്രിവാടി എന്ന് പറയുന്ന സിനിമയ്ക്ക് യെസ് ഗംഗുബായി കത്തിയാവാദി കേട്ടോ, കത്തിയാവാദി എന്നുള്ളതാണ്, കത്തിയാവാദി കേട്ടോ, കത്തിയാവാദി എന്ന് പറയുന്ന സിനിമയ്ക്ക് ആര്? ആലിയ ഭട്ടും മിമി എന്ന് പറയുന്ന സിനിമയ്ക്ക് കൃതി സനോണുമാണ് മികച്ച നടികൾ എന്ന് നോട്ട് ചെയ്തു. അപ്പൊ മികച്ച നടൻ ആരാണ്? യെസ് എന്താണ്? അല്ലു അർജുൻ. പുഷ്പ എന്ന് പറയുന്ന സിനിമയുടെ അഭിനയത്തിന് അല്ലു അർജുൻ. മികച്ച നടി ആലിയ ഭട്ടും കൃതി സനോനുമാണ് എന്ന് നോട്ട് ചെയ്തു കേട്ടോ. ഓക്കെ, ആലിയ ഭട്ടും കൃതി സനോനുമാണ് എന്ന് പഠിച്ചു വെക്കാം. സിനിമ കൂടി പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഗംഗുബായി കത്തിയാവാദിയാണ് ആലിയ ഭട്ട്, കൃതി സനോണ് മിമി എന്നും പഠിച്ചു വെക്കാം. മികച്ച ചിത്രം റോക്കറ്റ്രി ദി നമ്പി എഫക്ട്. മികച്ച ചിത്രം ഏതാണ്? റോക്കറ്റ്രി ദി നമ്പി എഫക്ട് എന്ന് പഠിച്ചു വെക്കാം. റോക്കറ്റ്രി ദി നമ്പി എഫക്ട് ആണ് മികച്ച ചിത്രം എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. യെസ്, റോക്കറ്റ്രി ദി നമ്പി എഫക്ട് ആണ് മികച്ച ചിത്രം എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം. മികച്ച ജനപ്രിയ ചിത്രം RRR, രാജമൗലിയുടെ RRR എന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി മികച്ച സംവിധായകനോ? നിഖിൽ മഹാജൻ. ഗോദാവരി എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ നിഖിൽ മഹാജൻ എന്ന് വിളിച്ചു. അപ്പൊ സംവിധായകൻ മഹാനായ ഒരാളാണ്. അദ്ദേഹം ഗോദാവരി നദിയുടെ തീരത്തിരുന്നു കൊണ്ടാണ് മഹാസംവിധായകനായത് എന്നുള്ള ഒരു പോയിന്റ് വെറുതെ അങ്ങോട്ട് വെച്ചോളുക കേട്ടോ. മികച്ച സംവിധായകൻ നിഖിൽ മഹാജൻ, ഗോദാവരി എന്ന് വിളിച്ചു. മികച്ച ജനപ്രിയ ചിത്രോ? നട്ടു നട്ടു എന്ന് പറയുന്ന പാട്ടൊക്കെ വളരെ ഫേമസ് ആണ് അല്ലെ, ഓസ്കാർ ഒക്കെ കിട്ടിയിട്ട് നട്ടു നട്ടു അതൊക്കെയുള്ള RRR സിനിമയാണ് എന്ന് വിളിച്ചു നോക്കാം. സംവിധാനം രാജമൗലി, RRRന്റെ കേട്ടോ. ഇനി മികച്ച ചിത്രം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോക്കറ്റ്രി ദി നമ്പി എഫക്ട് എന്ന് വിളിച്ചു നോക്കാം. മികച്ച മലയാള ചിത്രം, യെസ് വെറൈറ്റി ചോദിക്കാൻ സാധ്യതയുണ്ട്, ചോദിച്ചിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ചോദിക്കും എന്ന് പറയുന്നു, പക്ഷെ ഇതുവരെ ചോദിച്ചിട്ടില്ല. 69ാമത് നാഷണൽ ഫിലിം അവാർഡിൽ മികച്ച മലയാള ചിത്രം ഓം, റോജിൻ തോമസ് സംവിധാനം ചെയ്ത യെസ് ഇന്ദ്രൻസിന് പ്രത്യേക ജൂറി പരാമർശം കിട്ടി ഹോം എന്ന് പറയുന്ന സിനിമയ്ക്ക്. കമന്റ് കാണുന്നില്ലല്ലോ എനിക്ക്. യെസ് ഓക്കെ, അപ്പൊ ഓക്കെ അല്ലേ? ഈ പേജിലുള്ള കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നമ്മുടെ നാഷണൽ ഫിലിം അവാർഡ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 2021, 22 പെർഫോമൻസിനെ 23 കൊടുക്കുന്ന അവാർഡാണ്. അതിലൊക്കെ നമ്പർ ഇമ്പോർട്ടന്റ് ആണ്. ഇതാ ചോദിക്കുക കേട്ടോ, 69ാമത്തെ അങ്ങനെ ചോദിക്കുക വർഷം. കാരണം പ്രീവിയസ് ഇയറിലെയാണ് ഈ വർഷം ചോദിക്കുക. അപ്പൊ വർഷത്തെക്കാൾ കൂടുതൽ എത്രാമത്തെയാണ് എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. പല അവാർഡുകൾ അങ്ങനെ നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പൊ 69ാമത്തെ ഫിലിം അവാർഡ് മികച്ച നടനാരാണ്? മികച്ച നടൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അല്ലു അർജുൻ. സിനിമയോ? പുഷ്പ. നടിയോ? ആലിയ ഭട്ടും കൃതി സനോണ്. ഗംഗുബായി കത്തിയാവാദിയാണ്. ആലിയ ഭട്ടിന്റെ സിനിമയിലെ കൃതി സനോണിന്റെ സിനിമ മിമിയാണ് എന്ന് പഠിച്ചു നോക്കാം. മികച്ച ചിത്രം റോക്കറ്റ്രി ദി നമ്പി എഫക്ട്. ജനപ്രിയ ചിത്രം RRR. സംവിധായകൻ നിഖിൽ മഹാജൻ, ഗോദാവരി. മലയാള ചിത്രം ഹോമേ, ഇന്ദ്രൻസിന് പ്രത്യേക പരാമർശം കിട്ടി. സെറ്റ്. അപ്പോ ഈ പേജ് സെറ്റാണേ, ഈ പേജ് സെറ്റാണേ, ഓക്കെ ആണേ. യെസ്, ഇനി ഇതിനകത്തൊന്നും കിട്ടാനില്ലേ. എത്ര കാലം ചോദിച്ചു കഴിഞ്ഞാലും അടുത്തൊരു കൊല്ലത്തേക്ക് ഈ പേജ് നമ്മൾ പഠിച്ചേ. മികച്ച ഗായിക ശ്രേയ ഘോഷൽ. മികച്ച ഗായകനോ? കാലഭൈരവ. അതായത് നമ്മുടെ നട്ടു ഒക്കെ പാടിയ ആളാണ് കാലഭൈരവ അല്ലെ. മികച്ച ഗായകൻ കാലഭൈരവ, ഗായിക ശ്രേയ ഘോഷൽ എന്ന് നോട്ട്. മികച്ച നവാഗത സംവിധായകൻ വിഷ്ണു മോഹൻ. മേപ്പടിയാൻ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനായ വിഷ്ണു മോഹൻ നവാഗത സംവിധായകൻ. മികച്ച തിരക്കഥ നായാട്ട് എന്ന് പറയുന്ന മലയാള ചിത്രത്തിന്റെ, ഇതും മലയാള ചിത്രമാണ്, നമ്മുടെ നാഷണൽ ഫിലിം അവാർഡാണ്. മികച്ച തിരക്കഥ ഷാഹി കബീർ. നായാട്ട് സിനിമയുടെ തിരക്കഥാകൃത്തെ ഷാഹി കബീർ ആണ് മികച്ച തിരക്കഥക്കുള്ള പുരസ്കാരം കിട്ടിയത്. മികച്ച നവാഗത സംവിധായകൻ വിഷ്ണു മോഹൻ മേപ്പടിയാൻ. ആദ്യത്തെ പേജാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. രണ്ടാമത്തത് കുറച്ച് പ്രസക്തി കുറവാണെങ്കിലും പഠിക്കണം.
മികച്ച പരിസ്ഥിതി ചിത്രം ആവാസവ്യൂഹം. ആവാസവ്യൂഹം, പരിസ്ഥിതിയുടെ ആവാസ വ്യവസ്ഥ അല്ലെ, ആവാസവ്യൂഹം എന്നിനോട് ചെയ്തു. ഇനി മികച്ച അനിമേഷൻ ചിത്രമോ ഞാൻ കണ്ടിട്ടുണ്ട്. അനിമേഷൻ ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഓർത്ത് വെക്കാം കേട്ടോ. മികച്ച അനിമേഷൻ ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അനിമേഷൻ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടേ, ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഓർത്ത് വെക്കാം കേട്ടോ. ഇനി മികച്ച ദേശീയോദ്ഗ്രഥന ചിത്രം, നമ്മുടെ ചരിത്രം പറയുന്ന, ദേശീയത പറയുന്ന ചിത്രം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് കാശ്മീർ ഫയൽസ് എന്ന് പഠിച്ചു. അടിപൊളി പടമാണ് കാശ്മീർ ഫയൽസ്. മികച്ച ദേശീയോദ്ഗ്രഥന ചിത്രം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാശ്മീർ ഫയൽസ് എന്നോട് ചെയ്തു നോക്കാം. ബാലതാരം ഭവൻ റബറി, ചെല്ലോ ഷോ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച ഭവൻ റബറി എന്ന് വിളിച്ചു. ബാലതാരം, യെസ്, ഭവൻ. ഭവൻ നമ്മൾ പലരും കുട്ടിക്കാലത്ത് ഭവൻസിലൊക്കെ പഠിച്ച ആളുകളുണ്ട്. ഭവൻ റബറി എന്ന് വിളിച്ചു വെക്കാം ചെല്ലോ ഷോ സിനിമയുടെ അഭിനയത്തിന്. ജൂറി ചെയർമാൻ ആയിരിക്കും ചിലപ്പോൾ ഇത്രയും പഠിച്ചിട്ട് ചോദിക്കുക, കേതൻ മേത്ത കേട്ടോ. കേതൻ മേത്തയാണ്. ജൂറി ഒരു മെത്തയിലാണ് കിടക്കുന്നത്, എന്നിട്ടാണ് ഈ അവാർഡുകളൊക്കെ പ്രഖ്യാപിച്ചതെന്ന് വിളിച്ചു വെക്കാം. ജൂറി മേത്ത എന്ന് വിളിച്ചു വെക്കാം കേട്ടോ, കേതൻ മേത്ത. അപ്പൊ അതും ഓക്കെ ആണ്. ഒന്ന് പഠിച്ചേ, ക്ലിയർ അല്ലേ ഇതിനകത്ത്? ഗായിക ശ്രേയാ ഘോഷൽ, ഗായകൻ കാലഭൈരവ, നട്ടുനട്ടു ഒക്കെ പാടിയ കാലഭൈരവ കേട്ടോ. ഇനി നവാഗത സംവിധായകൻ ആരാ? മേപ്പടിയാന്റെ വിഷ്ണു മോഹൻ കേട്ടോ. സിനിമയൊക്കെ നോക്കുന്ന ആളുകളെ ഓർത്തു വെക്കുന്നുണ്ടാവും. റെക്കോർഡഡ് വീഡിയോ ക്ലാസ് റെക്കോർഡായോ സാർ? റെക്കോർഡ് ക്ലാസ് വീഡിയോ റെക്കോർഡായോ സാർ? ഏതിന്റെ? ഇന്നത്തെയോ? യെസ്, ബാക്കി 3 റെക്കോർഡഡ് അവൈലബിൾ ആണ്. യെസ്, മികച്ച പരിസ്ഥിതി ചിത്രം പരിസ്ഥിതിയുടെ ആവാസ വ്യവസ്ഥ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അനിമേഷൻ ചിത്രമോ ഞാൻ കണ്ടിട്ടുണ്ട്. നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ദേശീയോദ്ഗ്രഥന ചിത്രം, ദേശീയത പറയുമ്പോൾ കാശ്മീരിലേക്ക് പോവാം. കാശ്മീർ ഫയൽസ്. ബാലതാരം ഭവൻ റബറി, ചെല്ലോ ഷോ, ജൂറി ചെയർമാൻ കേതൻ മേത്ത എന്ന് നോട്ട് ചെയ്തു കേട്ടോ. കേതൻ മേത്ത എന്ന പോയിന്റ് എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാം.